നമസ്കാരം. ഒറ്റ മഴയിൽ ദേശീയപാത കണ്ടത്തിൽ ചാടിയതോടെ റീൽസ് ഇട്ട് ക്രെഡിറ്റ് അടിച്ച ഒരു വെള്ളിമൂങ്ങയെ കാണാനില്ല. കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന പദ്ധതി മുഖച്ഛായ നാറ്റിക്കുന്ന പദ്ധതിയായി മാറി. ദേശീയപാതയിലൂടെ നടന്നു തള്ളിയും റീൽസ് ഇട്ടും അമ്മായിയച്ഛൻ്റെ ഇച്ഛാശക്തി പറഞ്ഞും എന്തൊരു ബിഡലായിരുന്നു നിങ്ങൾ. ഞങ്ങൾ എല്ലാ ദിവസവും ഫീൽഡിൽ പോകും, നിർമ്മാണ പുരോഗതി വിലയിരുത്തും, യോഗങ്ങൾ കൃത്യമായി ചേരും. ഇത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. എല്ലാത്തിൻ്റെയും മേൽനോട്ടം മുഖ്യമന്ത്രിക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു ഡയലോഗ് അടി? ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു. വേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം. റിയാസ് കണ്ട ആ സ്വപ്നമിതാ ഞെട്ടിയുണർന്ന് കിടക്കയിൽ മുള്ളി എഴുന്നേറ്റിരിക്കുന്നു. വല്ലാത്തൊരു കിനാവായി പോയി. കോടികൾ മുടക്കി നിർമ്മിച്ച ഈ പദ്ധതിയുടെ പേരിൽ അവൻ്റെയൊക്കെ അണ്ണാക്കിൽ എത്ര കോടി പോയെന്ന് ആർക്കറിയാം? അല്ലെങ്കിൽ ഇങ്ങനൊരു ബലക്ഷയവും ഇടിച്ചിലും ഈ ദേശീയപാതയ്ക്ക് സംഭവിക്കുമോ? ദേശീയപാത അതോറിറ്റിയും ഞങ്ങളും ഇപ്പോൾ ഫായി എന്നാണ് മരുമകൻ റിയാസ് പറഞ്ഞത്. ഓരോ ദിവസവും ഫീൽഡ് സന്ദർശനം നടത്തുന്ന റിയാസിനെ ബൊക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് കാണാം. ചൊരിമണലും ചേറും കണ്ടവും തിരിച്ചറിയാത്ത ഏത് വിദഗ്ധനാണ് ദേശീയപാതയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത്? നാട്ടിലെ കണ്ടത്തിലിറങ്ങി കൃഷിക്ക് മുന്നോടിയായി വരമ്പ് കോരുന്ന സാധാരണ കർഷകനും അറിയാം ഇതിലും വലിയ എഞ്ചിനീയറിംഗ് വൈഭവം. എവിടെ മട വീഴുമെന്ന് അവന് കൃത്യമായി അറിയാം. പഞ്ചായത്തിനു വേണ്ടി കലുങ്ക് നിർമ്മിക്കുന്ന കരാറുകാരനും കാണും തുള്ളി കോമൺ സെൻസ്. ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയർമാരായ കിഴങ്ങ് ഗവേഷകർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ മരുമകൻ എന്താ പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരെ കൊണ്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാതിരുന്നത്? ഇച്ഛാശക്തിയുള്ള അമ്മായിയപ്പനും റീൽസ് നായകൻ മരുമകനും സ്വപ്ന പദ്ധതി ഒലിച്ചിറങ്ങി കണ്ടത്തിൽ കിടക്കുന്നത് കാണാൻ പോകുന്നില്ലേ? ഏത് പണിയിലും വീഴ്ചകളുണ്ടാകാം, പരാജയങ്ങൾ സംഭവിക്കാം. പക്ഷേ മനുഷ്യരിങ്ങനെ ഇളകിച്ചാടി നടക്കരുത്. ഇവിടെ സംഭവിച്ചത് അതായിരുന്നു. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതും പാവങ്ങൾക്ക് ഉപകാരപ്പെടാത്തതുമായ സർക്കാർ വൻകിട പദ്ധതികളുടെ പേര് പറഞ്ഞ് അങ്ങ് നിഗളിക്കുകയായിരുന്നു. വലിയ ഗർത്തങ്ങളാണ് ദേശീയപാതകളിൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഒരിടത്തല്ല, പല സ്ഥലത്ത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണിൻ്റെ ഘടനയും പഠിച്ചിട്ടാണോ ഇവിടെ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്? ആയിരുന്നെങ്കിൽ എല്ലാം കൂടി ഒഴുകി കണ്ടത്തിൽ പോകില്ലായിരുന്നു. കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാക്കുന്നത് പോലെ എന്തും പറഞ്ഞുണ്ടാക്കി മേനി നടിക്കാനും ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർക്കാനും ഈ സർക്കാരിലെ ഉണ്ണാമന്മാർ കഴിഞ്ഞേ ഉള്ളൂ ആളുകൾ. അത് പാടിപ്പുകഴ്ത്താൻ അടിമകളും റെഡി. റോഡിൽ വലിയ വിള്ളലുകളുണ്ടായ ഭാഗത്ത് ആരും കാണാതിരിക്കാൻ ഏതോ പശ വെച്ച് ഒട്ടിക്കുന്ന പണിക്കാരെയും അത് തടയുന്ന നാട്ടുകാരെയും കണ്ടു. ഇച്ഛാശക്തിയുള്ള മുഖ്യൻ്റെയും തള്ളുവീരനായ റിയാസിൻ്റെയും ഉമിനീരിൻ്റെ പശ മതി ദേശീയപാത ഒലിച്ചു പോകാതെ ഒട്ടിച്ചു വെക്കാൻ. പിണറായിയെ കവച്ചു വെക്കുന്ന വികസന നായകനാകാനുള്ള റിയാസിൻ്റെ കുരുട്ടുബുദ്ധി പാർട്ടിക്കാർക്ക് പോലും പിടിക്കാതായി. പിണറായിയുടെയും റിയാസിൻ്റെയും തലയുള്ള ഫ്ലെക്സ് ബോർഡുകൾ കണ്ടാൽ തോന്നും വിവാഹ ആൽബത്തിലെ ഒരു പേജാണെന്ന്. കുടുംബസഹിതമുള്ള ചിത്രം വേണമായിരുന്നു സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിന് പ്രദർശിപ്പിക്കാൻ. തായ്ക്കണ്ടി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന എൻ്റെ കേരളം ഒരു കുടുംബ സ്വപ്നമെന്നായിരുന്നു തലക്കെട്ട് വേണ്ടത്. കാറ്റടിച്ചാൽ തീർന്നതേയുള്ളൂ തോട്ടക്കാരൻ്റെ വാഴ്ച എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഒരൊറ്റ ഇടവപ്പാതി നിർത്താതെ പെയ്താൽ തീരാവുന്നതേയുള്ളൂ റിയാസിൻ്റെ റീൽസും പൊങ്ങിച്ചാട്ടവും മേനി നടിക്കലും. ഈ പുള്ളികളാണ് ഇനി കേരളത്തിൽ കേരയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നന്ദി.